ഹലോ ഗൈസ്, നമസ്കാരം. നമ്മളുടെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. അതിനകത്ത് ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ വ്ളോഗാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളുടെ വ്ളോഗ് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മളുടെ വീഡിയോയിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിലും നല്ലതാണെങ്കിലും അത് നിങ്ങൾ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തണം. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലെ ദൈറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അബ്ര എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കെട്ടുവെള്ളമല്ല, നമ്മളുടെ നാട്ടിലെ തടി കൊണ്ടുള്ള ചെറിയ വെള്ളമില്ലേ, അതുപോലുള്ള ഒരു കാഴ്ചകൾ കാണാനും അതിൽ കയറിയിരുന്ന് ദുബായിയുടെ ആ ഒരു രാത്രി ഭംഗി ആസ്വദിക്കാനുമായിട്ടാണ്. അത് നിങ്ങളിലേക്ക് പകർത്താനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ദുബായ് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മെട്രോയിൽ കയറി വേണം നമ്മൾക്ക് ബെനിയാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് മെട്രോ ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് നമുക്ക് ഈ അബ്രയിൽ കയറാനായിട്ട് കുറേ ദൂരം നടന്നു പോകാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് മെട്രോ സ്റ്റേഷനിലും മെട്രോയിലും ഒക്കെ. പോകുന്ന കൂട്ടത്തിൽ നമ്മളുടെ മെട്രോയിലെ വാഷ്റൂമാണ് ഈ കാണിക്കുന്നത്. നമ്മളുടെ നാട്ടിനെ അപേക്ഷിച്ച് ഒരുപാട് ഹൈജീനിക്കും എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസുള്ള വാഷ്റൂമുകളാണ്. കുട്ടികളെയൊക്കെ കൊണ്ട് വാഷ്റൂമിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവരെ അതിന് കിടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വാഷ്റൂമാണ്. ഇത് ഞാൻ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. ഈ കാണുന്നത് ദുബായിയുടെ മെട്രോ സ്റ്റേഷനിൽ, യൂണിയൻ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ ഇവരുടെ സിസ്റ്റർ കൺട്രീസിനെ കുറിച്ച് കാണിച്ചിരിക്കുന്ന കുറേ പടങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. മെട്രോയിൽ നിന്ന് നമ്മൾ ബെനിയാസ് എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങി അവിടുന്ന് കുറേ ദൂരം നടക്കാനുണ്ട്. നമ്മൾക്കപ്പോൾ കൃത്യമായിട്ട് സ്ഥലം അറിയത്തില്ല. പലരോടും ചോദിച്ചൊക്കെ ആ വഴി മനസ്സിലാക്കിയാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കണ്ടു. നമ്മൾക്കപ്പോൾ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ കയറി ഒരു 2 ചായയും ഒരു കോഫി ഓർഡർ ചെയ്തു. ഒരു 10 മിനിറ്റോളം എടുത്തു. കാരണം അത്യാവശ്യം നല്ല തിരക്കാണ് ആ റെസ്റ്റോറൻറ്റിലുള്ളത്. ഇതുപോലെ ഇങ്ങനെ വഴിപോക്കരും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. സ്ഥിരം കസ്റ്റമറും ഒക്കെ വന്നിരുന്ന് ചായ കുടിക്കാനായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ചായയും കോഫിയും കിട്ടി. അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മുൻപോട്ട് നടക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് പല കടകളും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അതിൻ്റെ കൂടെ സന്ധ്യ ആയതുകൊണ്ട് എല്ലാവരും, സന്ധ്യ ആയിട്ടില്ല, വിൻ്റർ സീസൺ തുടങ്ങിയത് കാരണം നേരത്തെ തന്നെ സൂര്യാസ്തമനമൊക്കെ നടക്കും. അത് കാരണം ഇരുട്ട് വീണിട്ടുണ്ട്. പക്ഷേ അതിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. കാരണം ദുബായിലെ ആ ലൈറ്റിൻ്റെ ഒരു ഭംഗി നമുക്ക് വളരെ വളരെ നല്ലൊരു കാഴ്ചയായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾക്ക് ഇവിടുന്ന് റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ ഒരു അണ്ടർപാസ് ഉണ്ട്, അതിലൂടെ പോകണം. ഇത് വളരെ ടൈലൊക്കെ ഇട്ടിച്ച് വളരെ വൃത്തിയാക്കിയ ഒരു അണ്ടർപാസ്സാണ്. ഇവിടുത്തെ എല്ലാം അങ്ങനെ തന്നെയാണ്, വളരെ വൃത്തിയോടും ഭംഗിയോടും കൂടി സൂക്ഷിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാടും കണ്ടു പഠിക്കേണ്ടതാണ്. കാരണം എത്രയോ വൃത്തിയായിട്ടാണ്, എത്രയോ ജനങ്ങൾ
പോവുകയും വരികയും ഡെയിലി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും അവിടെ ഒരു അഴുക്കോ പൊടിയോ പോലും ഇല്ലാതെ അത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ റോഡിൻ്റെ മറു സൈഡിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ അബ്രയിലോട്ട് കയറാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അവിടെ നിന്ന് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല അങ്ങനെയില്ല, നേരിട്ട് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അബ്രയിലോട്ട് കടക്കാൻ പോവാണ്. ആ സമയത്ത് അവിടോട്ട് പോകുന്ന എൻട്രൻസിൻ്റെ 2 സൈഡിലായിട്ട് സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ കൂട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് 2 പേര് നിൽക്കുന്ന കണ്ടു. ഇവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സ്രാഗ് എന്ന് പറയുന്നത്, ബോട്ട് ഓടിക്കുന്നവർ. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് അകത്തോട്ട് കയറ്റി അങ്ങനെ നമ്മൾ ഈ ബോട്ടിലോട്ട് ചെന്ന് കയറുകയാണ്. ഈ ബോട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുരാതന കാലം മുതലുള്ളതാണ്. ഇവരുടെ ടൂറിസത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഇതിങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. തടി കൊണ്ടുണ്ടാക്കിയ ചെറിയ വള്ളങ്ങളാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് സീറ്റൊന്നുമില്ല, തടി കൊണ്ട് തന്നെ പലക കൊണ്ട് കുറച്ച് പൊക്കത്തിലായിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ഒരു ബോട്ടിനകത്ത് 20 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ആ 20 പേരായി കഴിഞ്ഞാൽ അവരടുത്ത ബോട്ടിലോട്ട് നമ്മളെ വിടും. അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്ന് കയറാനിരുന്ന ബോട്ടിൽ ആൾ കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അടുത്ത ബോട്ടിലോട്ട് കയറി. നമ്മൾ ഈ ബോട്ടിന് അകത്ത് കയറിയതിന് ശേഷം ഈ സ്രാങ്കാണ് നമ്മളുടെ കയ്യിൽ നിന്ന് ഇതിനുള്ള പൈസ വാങ്ങുന്നത്. 2 ദിർഹംസാണ്. നാട്ടിൽ ഏതാണ്ട് ഒരു 50 രൂപയ്ക്ക് താഴെ വരത്തുള്ളൂ നമ്മൾക്ക് ഇപ്പുറത്തുനിന്ന് അക്കരെ കിടക്കാനായിട്ട്. പക്ഷേ അത്യാവശ്യം നല്ല ദൂരം തന്നെയുണ്ടത്. നമ്മളൊരു 10-15 മിനിറ്റോളം ഇതിനകത്ത് യാത്ര ചെയ്താലേ മറു സൈഡിലെത്തൂ. അപ്പം നമ്മളുടെ ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചുറ്റുമുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ഒരു സൈഡിൽ ഒരുപാട് കളർ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് ബോട്ടുകൾ കാണുന്നുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞാൽ സൈറ്റ് സീയിങ്ങിനായിട്ട് പോകുന്ന ബോട്ടുകളാണ്. അതെനിക്കൊന്ന് പ്രൈവറ്റായിട്ടുള്ള ആൾക്കാരെടുക്കുന്നതായിരിക്കണം. നമ്മൾ അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ കൂടുതലായിട്ട്. അപ്പം നമ്മൾ ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. ആ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ അത് അതിമനോഹരമാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് അബ്രകൾ കാണാം. അതിനകത്ത് ഒരുപാട് ആൾക്കാർ ആ 2 സൈഡിലോട്ടും പോകുന്നതും വരുന്നതും ഒക്കെ കാണാം. ഈ വീഡിയോ കുറച്ച് ലെങ്തായിട്ട് ആണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഭംഗി പറയുന്നതിനപ്പുറം നിങ്ങളൂടെ കണ്ട് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളുടെ ബോട്ട് അക്കരെ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾക്ക് അറിഞ്ഞുകൂടാ എവിടെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചിട്ടിന് മുന്നോട്ട് നീങ്ങാണ്. അവിടെ കുറേ
ഒരുപാടില്ല എങ്കിലും കുറച്ച് കാഴ്ചകൾ, കുറച്ച് രസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് നീങ്ങുകയാണ്. അവിടെ നിന്നുകൊണ്ട് പലരും, ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നത്, ഫോട്ടോ എടുക്കുന്നതും ഒക്കെ കാണാം. ഇവിടെ ഉള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാമറയും കൊണ്ട് ഒരുപാട് പേരിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ലൈറ്റും ഭംഗിയൊക്കെ വരത്തക്ക വിധം ഫോട്ടോ എടുക്കണമെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മളുടെ ഫോട്ടോ എടുക്കുകയും പിന്നെ നമ്മളുടെ മെയിൽ ത്രൂ അയച്ചു തരികയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ മുൻപോട്ട് നടക്കും. വഴിയരികിൽ നമ്മളുടെ നാട്ടിലെ കൂട്ട് കരിമ്പിൻ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നതിനെ കണ്ടു. വളരെയധികം കരിമ്പുകൾ ഇങ്ങനെ കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ ഫ്രഷായിട്ട് ആ ജ്യൂസ് അടിച്ചു തരും. സാമാന്യം നല്ല തിരക്കുണ്ട് ഇവിടെ. കാരണം ഇതിന് തൊട്ടടുത്തായിട്ട് ഇവിടുത്തെ ഒരു ഹിന്ദു ക്ഷേത്രം ബർദുബായിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് അവിടേക്ക് പോകാനും വരാനും ഒരുപാട് ആൾക്കാർ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിൻ്റെ തന്നെ വ്ളോഗ് ചെയ്യുന്ന പലരും ക്യാമറയും കൊണ്ട് ഇവിടെ കൂടെ പോകുന്നുണ്ട്. പിന്നെ പർച്ചേസിങ്ങിനായിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാ കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ തുണികളും പിന്നെ നമ്മളുടെ സ്പൈസസും ഡ്രൈ ഫ്ലവേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നൊരിടമാണ്. ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ തന്നെ കാണാൻ പറ്റും. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഈ കാണുന്നത് ഇവിടെ വളരെയധികം കളറുകൾ അടിച്ചിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റാണ്. ഇത് കൂടുതലായിട്ട് ഇവിടുത്തെ അറബി വീടുകളിലാണ് ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കാണുന്നത് പഴയ കാലത്ത് ഓടിൽ തീർത്ത താക്കോലും അതുപോലെ തന്നെ കുറേ കരകൗശല വസ്തുക്കൾ, പിച്ചാത്തി, അങ്ങനെ കുറേ സാധനങ്ങൾ, ഇവരുടെ സുക്ക എന്ന് പറയുന്ന അതിനുള്ള ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അവരുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും ഓടുകൊണ്ട് നിർമ്മിച്ചത്, പഴയ കാലത്ത് ഓടുകൊണ്ട് നിർമ്മിച്ച കാര്യങ്ങളാണ്. ഇതിനൊക്കെ നല്ല വിലയായിരിക്കും. ഇവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ടൂറിസ്റ്റുകൾ കൂടുതലായിട്ടും വാങ്ങിപ്പോകാറുണ്ട് ഈ സാധനങ്ങളൊക്കെ. ഇത് സ്പൈസസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ്. ഇവിടെ യെല്ലോ കളറിൽ കാണുന്ന ആ ഒരു സ്റ്റിക്ക് പോലത്തെ എന്ന് പറഞ്ഞാൽ സൾഫറാണ്. ഈ സൾഫർ വാങ്ങിച്ച് പൊടിച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമ്മുടെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ അലർജി പൂർണ്ണമായിട്ടും മാറുമെന്നാണ് പറയുന്നത്. 100 ഗ്രാമിന് 15 ദിർഹംസാണ് ഇതിൻ്റെ വില. കൂടാതെ പലവിധ സ്പൈസസും ഡ്രൈ ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. ഈ പല കളറിൽ കാണുന്നത് കുങ്കുമമാണ്. ഇത് ക്ഷേത്രവും അതുപോലെ നോർത്ത് ഇന്ത്യൻസും ഒരുപാട് താമസിക്കുന്നിടമായതുകൊണ്ട് ഇതിന് എപ്പോഴും തന്നെ ആവശ്യക്കാരുണ്ട്. ഇതിനുള്ളിൽ തന്നെയുള്ള ഒരുപാട് തുണിക്കടകളുണ്ട്. ഇതിനകത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞ് ഇവർ പറയുന്നത് കാശ്മീരി ഷോളുകളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നല്ല ഭംഗിയുള്ള അബായകൾ ഒരുപാട് ഇവിടെ കിട്ടാറുണ്ട്. കൂടാതെ പെർഫ്യൂമും കളിപ്പാട്ടങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതിനിടയ്ക്ക്.
ഇവിടെ ഇതുപോലെ കിട്ടുന്ന ഒരുപാട് ഡ്രസ്സുകളുണ്ട്. നിറയെ മുത്തുകളൊക്കെ കൊരുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോൺ വർക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ ധാരാളമായിട്ട് കിട്ടാറുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ അറബ്സിനും അതുപോലെ തന്നെ പാകിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലും മുസ്ലിംസിനും ഇടയിൽ മുസ്ലിം വനിതകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ കളറും സ്റ്റോണും ഒക്കെ ഒരുപാട് പിടിപ്പിച്ചിട്ടുള്ള ഡ്രസ്സ്. ഇവിടെ കട നടത്തുന്നവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രങ്ങൾക്ക് കുറേ പ്രാധാന്യമുണ്ട് ഇവിടെ. അതിനുള്ളിൽ നിന്നിറങ്ങിയിട്ട് നമ്മൾ പുറത്ത് വേറെ കുറച്ച് കാഴ്ചകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണാനായിട്ട് പോവുകയാണ്. പോകുന്ന കൂട്ടത്തിൽ ഒരു മലയാളി ചേട്ടൻ എന്ന് വെച്ചാൽ അവരുടെ ടീ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ഐസ്ക്രീം വേണം ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്.
അവിടെ നമ്മൾ മുൻപോട്ട് നടക്കുമ്പോൾ ഈ സൈഡിൽ റെസ്റ്റോറൻറ്റിൻ്റെ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് സുക്ക വലിക്കുന്ന ആൾക്കാരെ കാണാം. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് പലരും ഇതിനു വേണ്ടിയിട്ട് ഇവിടെ വരുന്നവരുണ്ടാവാം. സുക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അറബികളുടെ ഫേവററ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു കുടത്തിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് പുകയിലും എന്താണ് ഇടുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നിട്ട് അതിനകത്തെ ആ പുക ഇങ്ങനെ വായിലൂടെ വായിലൂടെ വലിച്ച് മൂക്കിലോട് വിടുക എന്നുള്ളതാണ്. സെയിം നമ്മളുടെ സിഗരറ്റും ബീഡിയൊക്കെ വലിക്കുന്ന പോലെ തന്നെ. ഇവിടേക്ക് വരുമ്പോൾ ധാരാളം ആൾക്കാരിങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവരൊക്കെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. അതായത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും ഇവിടെ വന്ന് കുറേ നേരം കോഫിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സും ഫുഡും ഒക്കെ കഴിച്ചിട്ട് എൻജോയ് ചെയ്യാനായിട്ട് കുട്ടികളെയൊക്കെ ആയിട്ട് ഫാമിലിയും ബാച്ചിലേഴ്സും ഒക്കെ ഒരുപാടുണ്ട്. ഈ കാണുന്നത് ഇവിടുന്ന് ഷാർജയ്ക്ക് പോകുന്ന ബോട്ടാണ്. ഈ ബോട്ടിലെ യാത്രക്കാർ, നമ്മൾക്കും ടിക്കറ്റ് എടുത്ത് 15 ദിർഹമായിരുന്നു മുൻപെന്ന് പറയുന്നു. ഇതിൽ പോയാൽ നമുക്ക് ഷാർജയൊക്കെ കണ്ടുവരാം ഈ ബോട്ടിൽ തന്നെ. അല്ലാതെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിൽ തന്നെ നമുക്ക് ആ ഒരു സൈറ്റ് സീയിങ് ഒക്കെ നടത്തി തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അതായത് ദുബായിയുടെ ഒരു ഭംഗി കുറേ അധികം നമുക്കിവിടെ നിന്നാൽ കിട്ടും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദുബായിയുടെ ഏത് കോണിൽ പോയി നിന്നാലും നമ്മൾക്ക് ഫ്ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതും കാണാം. അത് എവിടെ ദുബായിയുടെ ഏത് ഭാഗത്ത് പോയി നിന്നാലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അതും ഓരോ 2 മിനിറ്റിലും ഫ്ലൈറ്റ് ഇങ്ങനെ വന്നും പോയിരിക്കും. ഈ ആൾക്കാർ പറഞ്ഞതുപോലെ വലിയ കാഴ്ചകളൊന്നും എനിക്കവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ കുറച്ച് നേരം ആ ലൈറ്റും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചു. അത്യാവശ്യം അവിടെ നിന്നൊരു ഷവർമയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.
ഇപ്പം പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയ്ക്ക് ആ ഒരു ഹോട്ടലിൻ്റെയൊക്കെ ഒരു ഭംഗി, അത് ലൈറ്റ് നിറയെ, ജോർജ് ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ ആ തീരത്തിന് അടുത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും നമുക്ക്. തിരിച്ചു പോകുന്നതിനിടയിൽ കുറേ അധികം ചോക്ലേറ്റ് വിൽക്കുന്ന ഷോപ്പുകൾ കാണാൻ പറ്റി. പല തരത്തിലും പല വലിപ്പത്തിലും പല രുചിയിലുമുള്ള ചോക്ലേറ്റുകളാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ദുബായ് ചോക്ലേറ്റാണ് ട്രെൻഡിങ്. അതിൻ്റെ തന്നെ പല വേർഷൻ പല ഷോപ്പുകളിലും ഉണ്ട്. അപ്പോൾ ഇത് പുതിയൊരു ഷോപ്പാണ്. അവർ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ച് ഓരോ കാര്യങ്ങൾ കാണിച്ചു തന്നു. ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നു. അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇവർ നമ്മളെ വിളിച്ച് ഇവരുടെ ഷോപ്പിൽ നല്ല ഏറ്റവും ക്വാളിറ്റിയുള്ള കുങ്കുമപ്പൂ ഉണ്ടെന്ന് കാണിക്കുകയാണിത്. ഇതെല്ലാം ഇറാനികളുടെ ഷോപ്പാണ്, പുതിയതായിട്ട് തുടങ്ങിയ ഷോപ്പാണ്. ഒരുപാട് സാധനങ്ങൾ. ഈ അടുത്ത ഡ്രൈ ഫ്ലവറായിട്ട് കാണുന്ന ഇതൊക്കെ ടീ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചായക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ. പിന്നെ വളരെയധികം സാധനങ്ങളുള്ള ഷോപ്പാണല്ലോ. അതെല്ലാം നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ച് നല്ല രീതിയിൽ, ഇവിടെ എല്ലായിടും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളവിടുത്തെ കാഴ്ചകളും കണ്ട് ഇറങ്ങിയിട്ട് നേരെ ഇനി പോകുന്നത് ദുബായ് ഗോൾഡ് സൂക്കിലേക്കാണ്. ആ സ്വർണത്തിൻ്റെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.